ഇന്നലെ ഐസ്ക്രീം കഴിച്ചപ്പോഴേ ആ സ്റ്റിക്ക് വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ അത് ഇന്ന് തന്നെ ചെയ്ത് കളയാം. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വീട്ടിൽ തന്നെ അവിടെ എവിടെയും കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ആദ്യം തന്നെ ഒരു കളർ പേപ്പർ എടുക്കും. അതിനുശേഷം ഞാൻ മടക്കിയ പോലെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. പിന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും വലിയ പേപ്പറിന്റെ ആവശ്യമില്ല. ഇത് മാറ്റി വെച്ച പേപ്പറിലേക്ക് നമ്മൾ 2 ഫിംഗർ വെച്ചിട്ട് വരച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ അതേപോലെ. പിന്നെ വരച്ച് വരയിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത്. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഫിംഗറും 2 പീസ് ആവാൻ പാടില്ല. അത് ഓൾറെഡി ജോയിന്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തന്നെ വേണം. കാരണം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു വിങ്സ് പോലെയാണ് വേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ ഇതേപോലെ. പിന്നെ ഒരു യെല്ലോ കളർ പേപ്പറും കൂടി എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ സെയിം പ്രോസസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് 2 ചിറക് കിട്ടിയില്ലേ. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈന്റെ വിങ്സ്. ഇനി ആ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് സെന്ററിൽ ഗ്ലൂ തേച്ച് ഒട്ടിച്ചു വെക്കും. ഇനി നമുക്ക് വേണ്ടത് ഡ്രാഗൺ ഫ്ലൈന്റെ 2 കണ്ണുകളാണ്. അത് ഞാൻ ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി അതല്ല നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഐസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഒരു അലങ്കോല പണിക്ക് വേണ്ടിയിട്ട് ഒരു വായും കുറച്ച് വരകൾ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ റെഡി. എങ്ങനെയുണ്ട്? ഈ കളയാൻ വെച്ചിരുന്ന ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഇത്ര അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അപ്പൊ ഇതേപോലെ വേറെ എന്തൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.